എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തത്തിനിടെ 5 രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചെന്ന് ബന്ധുക്കൾ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതും ഓക്സിജൻ കിട്ടാത്തതും മരണകാരണം. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചെന്ന് മുഖ്യമന്ത്രി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. സന്തോഷമായ ഒരു ദിനം കാണുമ്പോൾ ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ മരുമകൻ അവർക്ക് ഒരു സങ്കടം. വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ നേരത്തെ വന്നതിനുള്ള പരിഹാസത്തിന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ. മന്ത്രി റിയാസിനെ കളിയാക്കി BJP അധ്യക്ഷൻ. ഇരിപ്പിടം തരപ്പെടുത്തിയത് പിൻവാതിലൂടെയെന്ന് ദേശാഭിമാനി. രാജീവ് ചന്ദ്രശേഖറിന്റെ BHP ഓഫീസ് സന്ദർശനത്തിന് വിലക്ക്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഉണ്ടാകുന്നത് പതിവാകുന്നു. കൊല്ലത്തെ 7 വയസ്സുകാരി ചികിത്സയിൽ. തെരുവനായയുടെ കടിയേറ്റപ്പോൾ തന്നെ കുത്തിവെപ്പെടുത്തെന്ന് കുട്ടിയുടെ അമ്മ. ഞരമ്പിലേറ്റ കടി പേവിഷബാധയ്ക്ക് കാരണമായേക്കാമെന്ന് ഡോക്ടർമാർ. മലയാള സിനിമയിൽ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോപിച്ച നടൻ നിവിൻ പോളി. ബേബി ഗേൾ സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. നടനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്ത് ലിസ്റ്റിൻ സ്റ്റീഫനും സംവിധായകൻ അരുൺ വർമ്മയും. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചു. പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും വിലക്ക്. ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരർ പിൻവാങ്ങി. KPCCയിൽ നേതൃമാറ്റമില്ല. K സുധാകരൻ തുടരാൻ നിർദ്ദേശം നൽകി ഹൈക്കമാൻഡ്. മേൽനോട്ടത്തിന് പുതിയ സമിതിയെ നിയോഗിച്ചേക്കും. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശം. ന്യൂസ് 18 വാർത്ത ശരിവെച്ച് സുധാകരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ദുരൂഹത തുടരുകയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പുക ശ്വസിച്ചാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇതിനുശേഷം അപകട കാരണം വ്യക്തമാകും. ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുടർ നടപടി തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അതോടൊപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ സന്ദർശനവും കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അവിടെ അങ്ങനെ നോക്കുമ്പോൾ എമർജൻസി ഡോറിൽ ചെയിൻ വെച്ച് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതൊന്ന് ചെയിൻ തുറന്ന് ഒരു ഡോറ തുറക്കാൻ പറ്റുകയുള്ളൂ. വെന്റിലേറ്ററിലുള്ള രോഗിനെയൊക്കെ ഇതാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ വെന്റിലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്ന രോഗികൾ മരിക്കാൻ കാരണം പുക ശ്വസിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. പുക ഉയർന്നതിനെ തുടർന്നുള്ള മരണമല്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. എങ്കിലും ബന്ധുക്കളുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. മാനുവൽ വെന്റിലേറ്റർ സൗകര്യം കൊടുത്താണ് രോഗികളെ മാറ്റിയതെന്ന് അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ പറഞ്ഞു. UPS മുറിയിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേട്ടു. എന്നാൽ വലിയ പൊട്ടിത്തെറിയാണ് പിന്നീടുണ്ടായത്. പൊട്ടിത്തെറിക്ക് മുൻപ് 3 തവണ വോൾട്ടേജ് വ്യതിയാനം അനുഭവപ്പെട്ടതായും നഴ്സുമാർ പ്രതികരിച്ചു. ഓവറൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് 7:50 ആയപ്പോൾ തന്നെ
UPS റൂമിൽ നിന്ന് പുക വരുന്നുണ്ട് എന്ന് നമ്മുടെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സും പിന്നെ സ്റ്റാഫൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കാരണം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അർജുൻ ബ്രദറും കൂടെ പോയി നോക്കി. അപ്പോൾ അതിനകത്തുനിന്ന് UPS റൂമിനകത്തുനിന്ന് ആരോ മുട്ടുന്ന പോലെയാണ് തോന്നിയത്. അതിൻ്റെ അടിയിലൂടെ പുകയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ആരോ മുട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു. കെട്ടിടം ഇന്നലെ തന്നെ പോലീസ് സീൽ ചെയ്തിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു UPSന്റെ ബാറ്ററികൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപകടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യം ശക്തമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 7:45ഓടെയാണ് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് രോഗികളെ ബീച്ച് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, വെന്റിലേറ്റർ സപ്പോർട്ട് കിട്ടാത്തതും അതുപോലെ തന്നെ ഓക്സിജൻ കിട്ടാത്തതുമൊക്കെ മരണകാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം ബന്ധുക്കളും പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ അത് നിഷേധിക്കുകയാണല്ലോ. പക്ഷേ മരിച്ച എല്ലാവരും വെന്റിലേറ്റർ സപ്പോർട്ടിൽ ഉണ്ടായിരുന്നവരും ആണല്ലോ. അപ്പോൾ ഈ വീഴ്ച പ്രകടമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും മഞ്ജുഷ, 3 കാര്യങ്ങളിലാണ് വ്യക്തത വേണ്ടത്. ഇക്കാര്യം ഈ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, ആശുപത്രിയിലെ സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഈ അപകടവുമായി ബന്ധപ്പെട്ട് മരണസംഖ്യയിൽ ഒരു വ്യക്തത വേണമെന്ന് നേരത്തെ ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രി അധികൃതർ പുക ശ്വസിച്ചല്ല മരണങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമാക്കുമ്പോഴും ഈ മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നത് ചുരുങ്ങിയത് 3 പേരെങ്കിലും ഈ വെന്റിലേറ്റർ സൗകര്യം മാറ്റി താഴേക്ക് കൊണ്ടുപോയപ്പോഴാണ് മരണം സംഭവിച്ചതെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് അക്കാര്യത്തിലൊരു വ്യക്തത റിപ്പോർട്ടുകളും മറ്റും പരിശോധിച്ച ശേഷം ഈ യോഗത്തിന് ശേഷം ഉണ്ടാവും എന്ന് കരുതുന്നു. മറ്റൊന്ന്, ഈ അന്വേഷണത്തിലേക്ക് നയിച്ച സാഹചര്യം, കെട്ടിടത്തിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്ത് പറയും. പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ആളുകളുടെ പരിശോധന വേണം. ഇപ്പോൾ ഫോറൻസിക് വിഭാഗം കെട്ടിടത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇവയൊക്കെ ചേർത്ത ശേഷമാവും എന്താവും ഇത് സംബന്ധിച്ച ഒരു കാരണങ്ങൾ എന്നതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുക. 3, ഈ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്, മലബാർ മേഖലയിലെ തന്നെ പ്രധാന ആശുപത്രിയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കുള്ള സമാന്തര സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബീച്ച് ആശുപത്രിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രി പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം വളരെ ശക്തമാണ്. അതുകൊണ്ട് പരിശോധനകൾ മറ്റുമൊക്കെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗം പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏറ്റവും സർവ്വസജ്ജമായിട്ടുള്ളത് ഈ അപകടം നടന്ന, ഈ തീപിടുത്തം നടന്ന ബ്ലോക്കിലാണ്. അതുകൊണ്ട് അവയുടെ പ്രവർത്തനം അനിശ്ചിതമായി നിർത്തിയിടുന്നത് വളരെ ദോഷകരമായി രോഗികളെ ബാധിക്കും. ഒപ്പം മറ്റു സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഇത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾക്കായി പോകുമ്പോൾ വലിയ ചെലവ് നാട്ടുകാർക്ക് വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും യോഗത്തിൽ നടക്കുന്നത്. എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവും എന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. ഒരു വശത്ത് ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പോസ്റ്റ്മോർട്ടം ആവശ്യമില്ല എന്ന നിലപാടിലേക്ക്, അതായത് ഈ 2 അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം മതിയെന്ന് ആയിരുന്നു ധാരണയെങ്കിലും പിന്നീട് 3 പേർ ഈ അപകട സമയത്ത് മരിച്ചതെന്ന് കരുതപ്പെടുന്ന 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ഇപ്പോൾ മോർച്ചറിയിൽ പുരോഗമിക്കുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം. പ്രവർത്തകർ പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിഴിഞ്ഞത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോര് തുടരുകയാണ്. പദ്ധതിയുടെ പിതൃത്വം പിണറായി വിജയന് തന്നെയെന്ന് അവകാശപ്പെട്ട CPM മുഖപത്രം ദേശാഭിമാനി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെയും രംഗത്തെത്തി. ഇതിനിടെ CPM വിമർശനങ്ങൾക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും വിവാദം വീശിയടിക്കുകയാണ്.
രാജീവ് ചന്ദ്രശേഖറിന് വേദിയിൽ ഇരിപ്പിടമുണ്ടായതിനെ വിമർശിച്ചായിരുന്നു ദേശാഭിമാനി ലേഖനം. രാജീവ് പിൻവാതിലിലൂടെയാണ് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയത്. പിണറായി സർക്കാർ 9 വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റെന്നും മുഖപ്രസംഗത്തിലുണ്ട്. ചടങ്ങിൽ താൻ നേരത്തെ വന്നതിൽ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമെന്നായിരുന്നു രാജീവിന്റെ പരിഹാസം. മരുമകന്റെ സൂക്കേടിന് അദ്ദേഹം ഡോക്ടറെ പോയി കാണട്ടെ, BJP ചെയ്യാനുള്ളത് ചെയ്യും. ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്ത സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം ഇന്ന് നൽകിയ പത്രപരസ്യത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചിത്രവും ഇടം പിടിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ തുറമുഖത്തിന് ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി വിവരിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ കാര്യമായ സംഭാവനയില്ലാത്തത് വരികൾക്കിടയിൽ നിറഞ്ഞത് തിരികെ വിമർശനം നടത്താൻ പ്രധാനമന്ത്രിയെ പ്രേരിപ്പിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചതിലെ പരിഹാസവും ഇന്ത്യ സഖ്യമെന്ന രാഷ്ട്രീയ വിമർശനവും പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത് ഇതിനാലാണെന്നും കരുതപ്പെടുന്നു. നേരത്തെ തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ വിമർശിച്ച ശശി തരൂർ പ്രസംഗിക്കാൻ തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം പദ്ധതിയിൽ പലരും ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കടമായിട്ടാണെങ്കിലും കേന്ദ്രവും ഫണ്ട് നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന വേദിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്ന പോലെ കല്ലിട്ടവരാണ് സ്കൂളിൽ ചെയ്തതെന്ന് പറയുന്നത് സംബന്ധിച്ചോളം ഇത് ഏതായാലും ഇന്ത്യ സർക്കാരിന്റെ നിലപാടാണ് ഇന്ത്യയിൽ മുഴുവൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന പിന്നെ കേരളത്തില് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന എത്രയോ പ്രോജക്റ്റുകൾ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റുകാരും ഈ പറയുന്ന UDF ഗവൺമെന്റുകാരും ഒത്തിരുന്നു ഡൽഹി ഗവൺമെന്റുകാരും. അപ്പം ഇതിപ്പോ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വേദി അദ്ദേഹം കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് അദ്ദേഹം BJP നല്ല വിളിച്ചത് അത് അദ്ദേഹം പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ മാനസികമായി തളർത്താനാണ് ശ്രമം നടക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ. കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയാണ് റിയാസ് റോഡ് ഉണ്ടാക്കുന്നത്. റിയാസിനെ അലോസരപ്പെടുത്തുന്നത് BJP ഉണ്ടാക്കിയ സുവർണ ഇടനാഴിയാണെന്നും ശോഭാ സുരേന്ദ്രൻ. അത് റിയാസ് മനസ്സിലാക്കണം. ഇന്നലെ റിയാസിനെ ഇരിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്തെ കമലെടുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത്. അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ്. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഓഫീസിൽ രാജീവ് ചന്ദ്രശേഖരന് വിലക്ക്. ഭാരവാഹികളെ അറിയിക്കാതെ ഓഫീസ് സന്ദർശനം നിശ്ചയിച്ചതിനാലാണ് സംഘടനയ്ക്ക് അതൃപ്തി. ഇന്നാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ കലൂർ പാവക്കുളത്തെ ഓഫീസിൽ BJP അധ്യക്ഷൻ എത്താനിരുന്നത്. സംസ്ഥാന അധ്യക്ഷനായ ശേഷം ആദ്യ സന്ദർശനമാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയത്തിൽ രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിച്ചിരുന്നത്. ഇന്ന് കലൂർ പാവക്കുളത്തെ ഓഫീസിലെത്തുമെന്ന് ജില്ലാ ഭാരവാഹി വഴി VHP പ്രാദേശിക നേതാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സംസ്ഥാന അധ്യക്ഷനെ പോലെ പ്രധാന പദവിയിരിക്കുന്ന ആൾ ഒരു സംഘപരിവാർ സംഘടനയുടെ ഓഫീസിലെത്തുമ്പോൾ പാലിക്കേണ്ട മാന്യത ഉണ്ടായിട്ടില്ലെന്നാണ് VHP സംസ്ഥാന നേതാക്കൾ പറയുന്നത്. ഈ പ്രകാരം എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ട് എങ്കിൽ അദ്ദേഹം അത് തിരുത്തും. കാരണം അദ്ദേഹം നല്ലൊരു ടെക്നോക്രാറ്റ് ആണല്ലോ. അദ്ദേഹം അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്നത്തെ സന്ദർശനവും ഈ വിഷയങ്ങളുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ ഇന്ന് അദ്ദേഹം വരുന്നതിനുള്ള ഒരു പ്രയാസമുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് അതിന്റെ കാര്യകർത്താക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംഘപരിവാർ സംഘടനകളുമായി രാജീവ് ചന്ദ്രശേഖർ ആശയവിനിമയം നടത്തുന്നില്ലെന്ന പരാതിയും BHPക്കുണ്ട്. സംസ്ഥാനത്തെ മാർഗദർശക് മണ്ഡലം എന്ന് പറഞ്ഞ സന്യാസി സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനാ സ്വരൂപമാണ്. അത്തരത്തിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ കൂടെ സന്ദർശിക്കുന്നതിന് രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമായിരിക്കും. അദ്ദേഹം ഇതുവരെ തിരക്ക് കാരണം ചിലപ്പോൾ സന്ദർശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സന്ദർശിച്ച് അവരുമായിട്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി സാഹചര്യങ്ങളെ പറ്റിയും ഒക്കെ അദ്ദേഹം അവരുമായിട്ടും ഒന്ന് സംസാരിക്കണമെന്നും ഒക്കെ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇതിനിടെ VHP സംസ്ഥാന നേതാക്കളുമായി BJP നേതാക്കൾ സംസാരിക്കുകയും വരും ദിവസങ്ങളിൽ കാര്യാലയം സന്ദർശനം നടക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം ചർച്ചയാവുകയാണ്. പ്രമുഖ നടനുമായുള്ള തർക്കമാണ് ഈ പരാമർശത്തിന് പിന്നിൽ. എന്നാൽ നടൻ ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇതോടെ പ്രമുഖ നടൻ ആരെന്ന ചർച്ചയും സജീവമാണ്. ശ്രീജ ശ്യാമിന്റെ റിപ്പോർട്ടിലേക്ക്. ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തിപരമായി ഉദ്ദേശിച്ച് സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിവിൻ പോളിക്കെതിരെ പേര് പറയാതെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിസ്റ്റിന്റെ ഈ ചിത്രത്തിൽ നിവിനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, നായക വേഷത്തിലുള്ളത്. പക്ഷേ ഒരാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടും വളരെ കുറച്ച് ദിവസമാണ് നിവിൻ ഈ സെറ്റിൽ ചെന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയൊക്കെ ഉണ്ടായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് സമയവുമായി ബന്ധപ്പെട്ടൊക്കെ. തുടർന്ന് ഒരാഴ്ച തനിക്ക് അവധി വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ലിസ്റ്റിൻ എടുത്ത നിലപാട്. ഇതേ തുടർന്ന് നിവിൻ പിന്നെ ഈ സിനിമയുടെ സെറ്റിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ ചിത്രീകരണം തുടങ്ങിയിരുന്നില്ല. ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങളൊക്കെ സംവിധായകനും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു നിവിൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ. ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ച് ചടങ്ങിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം, അതായത് ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയെ പറ്റി അല്ലാതെ തനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നത്. അത് ആ നടന് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൻ പറഞ്ഞപ്പോൾ തന്നെ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ നടൻ ആരാണെന്ന്. തുടർന്ന് ലിസ്റ്റിനും ഈ ബേബി ഗേൾ സിനിമയുടെ സംവിധായകൻ അരുൺ വർമ്മയും നിവിൻ പോളിയെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചു. തുടർന്നാണ് ഇപ്പോൾ ഈ നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പലതവണ ലിസ്റ്റിനോട് പ്രതികരണങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അത് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയതാണ്. സോ അതൊരു വേണ്ടായിരുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ നടൻ നിവിൻ പോളിയാണ്. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് രംഗത്തെത്തി. ലിസ്റ്റിൻ സ്റ്റീഫനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കണം എന്നാണ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടത്. മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രസ്താവനയെന്നാണ് സാന്ദ്ര തോമസിന്റെ ആരോപണം. അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ ഈ പ്രസ്താവനയെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കുത്തിവെപ്പ് നൽകിയിട്ടും സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി പേവിഷബാധ. കൊല്ലത്ത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ തെരുവ് നായയുടെ കടിയേറ്റ കുട്ടി ഗുരുതരാവസ്ഥയിലാണ്. കടിയേറ്റ ഉടൻ ചികിത്സ തേടിയിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. സാധ്യമാകുന്ന എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്ന് തിരുവനന്തപുരം SAT ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പേവിഷബാധയേറ്റ് മലപ്പുറം പെരുവള്ളൂരിൽ 5.5 വയസ്സുകാരി മരിച്ചതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് വീണ്ടും പേവിഷബാധ. ഏപ്രിൽ 8-നാണ് കുട്ടിക്ക് കടിയേറ്റത്. ഉടൻ മുറിവ് കഴുകിയെന്നും കൃത്യമായി ചികിത്സ നൽകി എന്നും അമ്മ പറയുന്നു. മുറിവ് കൊണ്ട് കാണിച്ചപ്പോൾ മുറിവ് ഫുൾ കരിഞ്ഞു, കുഴപ്പമില്ല. ഞെക്കി നോക്കിയപ്പോൾ വേദനയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഇനി മോളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു.
29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇത് വളരെയധികം മോർട്ടാലിറ്റി റേറ്റ് ഉള്ള ഒരു അസുഖമാണ്. കണ്ടീഷൻ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ്. ഇന്ന് രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെന്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു. പേവിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തതുകൊണ്ടല്ല, കടിയേറ്റതിന്റെ ആഴവും എവിടെയാണ് കടിയേറ്റത് എന്നതും പ്രധാനമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് K. സുധാകരൻ തുടരും. തലപ്പത്ത് നേതൃമാറ്റം ഇപ്പോൾ വേണ്ടെന്ന് സുധാകരനുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ സുധാകരന് ദേശീയ നേതൃത്വം നിർദ്ദേശവും നൽകി. അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കി ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയിൽ സ്ഥിരീകരണവുമായി സുധാകരനും രംഗത്തെത്തി. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് സുധാകരൻ തന്നെ രംഗത്തെത്തിയത്. അധ്യക്ഷനെ മാറ്റുന്നത് ഹൈക്കമാൻഡ് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും സുധാകരൻ കണ്ണൂരിൽ പ്രതികരിച്ചു. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അത് പക്ഷേ എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എന്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേര് നിർദ്ദേശിച്ചില്ല. നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം ഉണ്ടാവില്ലേ? വരുന്ന തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുൽ ഗാന്ധിയാണ് KPCC അധ്യക്ഷൻ K. സുധാകരനെ കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് വിളിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. KPCC DCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ K. സുധാകരനോട് നിർദ്ദേശിച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് KPCC പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായി എന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളും സുധാകരന് തുണയായി. ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവരാണ് KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. അതിനിടെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ തലപ്പത്ത് പൊളിച്ചെഴുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ AK ആന്റണിയും വയലാർ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെ അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള സമ്പൂർണ്ണ പുനഃസംഘടനയിൽ നിന്ന് നേതൃത്വം പിൻവലിഞ്ഞു. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാരവാഹികളുടെ പ്രവർത്തനം വിലയിരുത്തി മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാണ് KPCC അധ്യക്ഷൻ K. സുധാകരന് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി MP ഇന്ന് വയനാട്ടിലെത്തും. പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കും. വൈകിട്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രിയങ്ക നാളെ വൈകിട്ട് വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷന് MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് കിട്ടിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കും. 5-ന് പുതുതായി സ്ഥാപിച്ച കൽപ്പറ്റയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഉച്ചയ്ക്ക് ശേഷം വണ്ടൂരിൽ സതേൺ റെയിൽവേ ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പങ്കെടുക്കും.
ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കാൻ 1 വർഷത്തിലേറെ സമയമുള്ളതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ പറഞ്ഞു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്നു വരുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് ജില്ലാ കളക്ടർ VR വിനോദ് വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഒരു ഒഴിവ് വന്നിട്ട് 1 വർഷത്തിലധികം കാലാവധി ഉണ്ടെങ്കിൽ ഇലക്ഷൻ തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് കാലാവധി വരുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭയ്ക്ക് ഇനി 1 വർഷത്തിലധികം കാലാവധിയുണ്ട്, വേക്കൻസി ഒഴിവ് വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നടക്കേണ്ടതാണ്. 1 വർഷത്തിൽ താഴെയാണ് നിയമസഭയ്ക്ക് കാലാവധി എങ്കിലാണ് ഒരു പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ, അത് കളക്ടർക്കല്ല ഇലക്ഷൻ കമ്മീഷനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ 1 വർഷത്തിലധികം കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇലക്ഷൻ നടക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം വന്നാൽ ഇലക്ഷൻ നടത്തുന്നതിന് ജില്ലയിൽ സംവിധാനങ്ങൾ സജ്ജമാണ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക മെയ് 5 പ്രസിദ്ധീകരിക്കും. 1700 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനാൽ നിലമ്പൂർ മണ്ഡലത്തിൽ 59 പോളിംഗ് ബൂത്തുകളാണ് പുതിയതായി വന്നത്. മണ്ഡലത്തിൽ ആകെ 263 ബൂത്തുകളാണ് നിലവിലുള്ളത്. കഴിഞ്ഞ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ആരംഭിച്ച ശേഷം ഇതുവരെ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി 20,803 അപേക്ഷകളാണ് ലഭിച്ചത്. 2 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ന്യൂസ് 18 മലപ്പുറം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ. പാക് അധീന കശ്മീരിലെ ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരർ പാകിസ്ഥാനിലേക്ക് തന്നെ പിൻവാങ്ങി. ജമ്മു ജയിലിലുള്ള 2 പേരെ NIA ചോദ്യം ചെയ്തു. ഭീകരർക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. ഏത് നിമിഷവും ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കണക്കുകൂട്ടിയാണ് പാക് അധീന കശ്മീരിലെ ലോഞ്ച് പാഡുകളിൽ നിന്ന് ഭീകരരെ മാറ്റിയത്. പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ പാക് അധീന കശ്മീരിൽ തമ്പടിക്കുകയും അവിടെ നിന്ന് സാഹചര്യമൊത്തുവന്നാൽ പാക് സൈന്യത്തിന്റെ സഹായത്തോടെ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുകയുമാണ് പതിവ്. പഹൽഗാം ആക്രമണത്തിന് മുൻപ് കട്വയ്ക്ക് സമീപമുള്ള ഷക്കൻഗഡ്, നൌഷാരോട് ചേർന്നുള്ള സമാനി, ഹിരാനഗറിലെ സുഗ്മൽ എന്നീ 3 ലോഞ്ച് പാഡുകൾ സജീവമായിരുന്നു. ഓരോ ലോഞ്ച് പാഡുകളിലും 12 ഭീകരർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായതോടെ ഇവർ പാകിസ്ഥാനിലേക്ക് മടങ്ങി. മിന്നലാക്രമണ സാധ്യതയുള്ളതിനാൽ 2 മാസത്തേക്കുള്ള ഭക്ഷണം കരുതണമെന്ന് പാക് അധീന കശ്മീരിലെ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിൽ NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ കഴിയുന്ന 2 പേരെ ചോദ്യം ചെയ്തു. 2023 രജൌരിയിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നിസാർ അഹമ്മദ്, മുഷ്താഖ് ഹുസൈൻ എന്നിവർക്ക് പഹൽഗാം ആക്രമണം നടത്തിയവരുമായി ബന്ധമുണ്ടെന്നാണ് NIA സംശയിക്കുന്നത്. അതിനിടെ തുടർച്ചയായ 9ാം ദിവസവും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഉറി, അഗ്നൂർ സെക്ടറുകളിലായിരുന്നു പാക് പ്രകോപനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന് മേൽ കൂടുതൽ നടപടിയുമായി ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി നിരോധിച്ചു. പാക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വഴി കൊണ്ടുപോകുന്നതിനും നിരോധനമുണ്ട്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. ദേശീയ സുരക്ഷയും പൊതുനയവും കണക്കിലെടുത്താണ് നിരോധനമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വ്യക്തമാക്കി. ഭീകരപ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾ തടയാൻ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെട്ടാൽ വിദേശ നിക്ഷേപത്തെയും രാജ്യാന്തര ഇടപാടുകളെയും ബാധിക്കും. അടുത്ത യോഗത്തിൽ തന്നെ വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. സർജിക്കൽ സ്ട്രൈക്കിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്ത പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമായ ചരൺജിത് സിംഗ് ചന്നിയുടെ പ്രസ്താവനയിൽ വിവാദം കൊഴുക്കുകയാണ്. സൈന്യത്തിന്റെ മനോവീര്യം തകർക്കുന്നതാണ് നടപടിയെന്ന വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. മിന്നലാക്രമണം നടത്തിയതിന് തെളിവ് ചോദിക്കുന്നത് കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും മോശം മാനസികാവസ്ഥയുടെ തെളിവാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഇന്നലെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം നടത്തിയ മിന്നലാക്രമണത്തിൽ ചന്നി സംശയം പ്രകടിപ്പിച്ചത്. വിവാദമായതോടെ പരാമർശം അദ്ദേഹം പിൻവലിച്ചു. രാഷ്ട്രീയ കൊലപാതകത്തെ തുടർന്ന് കനത്ത ജാഗ്രതയിൽ മംഗളൂരു നഗരം. ബജ്രംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെ തുടർ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്ര ഒഴിവാക്കണമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർ പിടിയിലായിട്ടുണ്ട്. ബജ്രംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്. സംഭവത്തിൽ 8 പേർ കസ്റ്റഡിയിലാണ്. ഇതിൽ 4 പേർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. 1 മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം നടത്തിയത്. പ്രാദേശിക ഗുണ്ടാ നേതാവായ സഫ്വാന്റെ നേതൃത്വത്തിലാണ് കൊലപാതകമെന്നാണ് സൂചന. ക്രമസമാധാന ചുമതലയുള്ള ADGP PR ഹിതേന്ദ്രയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി സൂറത്തക്കല്ലിലെ ഫാസിൽ കൊലപാതക കേസിലെ പ്രതിയാണ്.
സുഹാസ് ഷെട്ടിക്ക് നേരെ വധഭീഷണി ഉണ്ടായിരുന്നു. അംഗരക്ഷകർക്കൊപ്പമായിരുന്നു സുഹാസ് ഷെട്ടിയുടെ യാത്ര. കൊലപാതക സമയത്തും ഇയാൾക്കൊപ്പം 6 അംഗരക്ഷകർ ഉണ്ടായിരുന്നു. അടുത്തിടെ മലയാളിയായ അഷ്റഫിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസുമായി ഇന്നലെ നടന്ന കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടക്കുന്നുണ്ട്. തുടർ അക്രമങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രതയിലാണ് പോലീസ്. സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ തനിച്ചുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ന്യൂസ് 18 മംഗളൂരു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8755, പവന് 70,040. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7240, പവന് 57,920. വെള്ളി ഗ്രാമിന് 106, കിലോയ്ക്ക് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.